ഈ അടുത്ത കാലത്ത് ഗൃഹലക്ഷ്മിക്ക് വേണ്ടി നൽകിയ ഒരു അഭിമുഖത്തിൽ ഗിന്നസ് പക്രു പറയുന്ന വാക്കുകൾ കേൾക്കാം. അത്ഭുതപ്പെടാതെ വയ്യ. ഈ യാത്ര ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയതല്ല. ജനിച്ചതുകൊണ്ട് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അവരിൽ ഒരാളായി ഈ ലോകത്തെ ഒതുങ്ങിപ്പോയനെ. നിരാശയുടെ പടുകുഴിയിൽ വീണുപോകാതെ ചേർത്ത് പിടിച്ചവരിൽ നിങ്ങളെല്ലാവരുമുണ്ട്. ഒറ്റപ്പെട്ടു പോകാതെ ഒപ്പം നിർത്തിയ എൻ്റെ പ്രിയ പ്രേക്ഷകർ. ഓരോ ചെറിയ നേട്ടത്തിനു പിറകിലും ആ കയ്യടികൾ കാതിൽ മുഴങ്ങുന്നു. അപൂർവവും അസാധാരണവുമായ എത്രയെത്ര മുഹൂർത്തങ്ങൾ, ഓടിയെത്തി വാരിപ്പുണർന്ന സന്തോഷങ്ങൾ, പിന്നിട്ട വഴികൾ ഓർത്തു പോവുകയാണ്. ഓർമ്മകളുടെ ആൽബം തുടങ്ങുന്നത് അങ്ങേ കോട്ടയം ചാലുകുന്ന് CMS LP സ്കൂളിൽ നിന്നാണ്. സ്കൂൾ മുറ്റത്തെ കലോത്സവത്തിൻ്റെ കലപില. കഥാപ്രസംഗവേദിയിൽ കർട്ടൻ ഉയർന്നപ്പോൾ പ്രാസംഗികനെ കാണാതെ കുട്ടികൾ ബഹളം വച്ചു. കഥ പറയുന്ന ആളെ കാണാൻ വേദിയിലെ കാഴ്ചക്കാർ ബെഞ്ചിലും ഡെസ്കിലും കയറാൻ തുടങ്ങിയതോടെ ബെഞ്ചും ഡെസ്കും ഒടിഞ്ഞു തുടങ്ങി. അപകടം തിരിച്ചറിഞ്ഞ് അധ്യാപകരിലൊരാൾ ചെസ്റ്റ് നമ്പർ അറിഞ്ഞ കാതികനെ എടുത്ത് മേശയ്ക്ക് മുകളിൽ കയറ്റി നിർത്തി. ഒരു ഭാഗത്തെ തബലയുടെയും മറുഭാഗത്തെ ഹാർമോണിയവും മേശയുടെ നടുവിലായി ജൂബയണിഞ്ഞ ഞാനും. കഥ പറയാനെത്തിയവനെ കണ്ട് ചിരിച്ചവരെ കഥ കൊണ്ട് തന്നെ പിടിച്ചുകെട്ടി. കഥ മുറുകിയപ്പോൾ രംഗം സീരിയസായി. വാൽമീകിയുടെ ആദികാവ്യം അതിവൈകാരികമായി അവതരിപ്പിച്ചു. 4ാം ക്ലാസ്സുകാരൻ്റെ പ്രകടനം കയ്യടികളോടെ സ്വീകരിക്കപ്പെട്ടു. അതായിരുന്നു ആദ്യ സ്റ്റേജ് അനുഭവവും ഓർമ്മയും. കേവലം 75 കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിൽ എല്ലാ കുട്ടികളും ഒരു പരിപാടിയെങ്കിലും യുവജനോത്സവത്തിന് അവതരിപ്പിക്കണമെന്നത് നിർബന്ധമായിരുന്നു. അച്ഛനോട് പറഞ്ഞാണ് അന്ന് കഥാപ്രസംഗത്തിനുള്ള കഥ സംഘടിപ്പിച്ചത്. തബല ഉൾപ്പെടെയുള്ള ഓർക്കസ്ട്രയ്ക്കൊപ്പം കഥ പറയുന്നതിന് റിഹേഴ്സലൊന്നും ഉണ്ടായിരുന്നില്ല. മനോധർമ്മത്തിനനുസരിച്ചൊരു പോക്കായിരുന്നു. ആദ്യ കഥാപ്രസംഗത്തിന് വിളക്കാണ് സമ്മാനമായി ലഭിച്ചത്. എൻ്റെ പകുതി ഉയരമുണ്ടായിരുന്നു ആ വിളക്കിന്. അങ്ങനെ കഥാപ്രസംഗത്തിൽ നിന്നാണ് കലാജീവിതം തുടങ്ങുന്നത്. മോണോ ആക്റ്റും മിമിക്രിയും പ്രച്ഛന്നവേഷവുമെല്ലാം അതിൻ്റെ തുടർച്ചയായി. സ്കൂൾ കാലത്ത് സംസ്ഥാന യുവജനോത്സവത്തിൽ നിസ്സാര പോയിന്റുകൾക്ക് പ്രതിഭാപട്ടം നഷ്ടപ്പെട്ടു. പറയുന്ന തമാശകൾ സ്വീകരിക്കപ്പെടുന്ന തിരിച്ചറിഞ്ഞതോടെ കഥാപ്രസംഗത്തിനായി ചിരിയിൽ പൊതിഞ്ഞ കഥകൾ തേടി തുടങ്ങി. കോളേജ് കാലമായപ്പോഴേക്കും മിമിക്രിയിൽ ചൂടുറപ്പിച്ചു. സ്കൂൾ കലോത്സവ വേദിയിലൂടെയാണ് സിനിമയിലെത്തുന്നത്. ലൂസ് ലൂസ് അരപ്പിലി ലൂസ് എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത്. കഥാപാത്രത്തിനു വേണ്ടി തല മൊട്ടയടിച്ചു. സംഘടന രംഗത്തിൽ വരെ അഭിനയിച്ചതോടെ നടനായി എന്നൊരു തോന്നലുണർന്നു. പ്രതീക്ഷയോടെയാണ് ആദ്യമായി അഭിനയിച്ച സിനിമ കാണാൻ പോയത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഞാൻ അഭിനയിച്ച രംഗങ്ങളെല്ലാം സിനിമയിൽ നിന്ന് വെട്ടിപ്പോയി. പിന്നീട് അമ്പിളിയമ്മാവൻ എന്ന സിനിമയിലൂടെയാണ് ഞാൻ ആദ്യമായി പ്രേക്ഷകരിലെത്തുന്നത്. ആനക്കാരനായി അഭിനയിക്കുന്ന ജഗതിച്ചേട്ടൻ്റെ മകൻ്റെ വേഷമായിരുന്നു എനിക്ക്. കുട്ടികൾക്കു വേണ്ടിയുള്ള സിനിമയായിരുന്നു അത്. ദൂരദർശൻ മലയാളം പ്രക്ഷേപണം തുടങ്ങിയ കാലത്ത് അമ്പിളിയമ്മാവൻ നിരവധി തവണ TV-യിൽ വന്നു. അങ്ങനെ എൻ്റെ കഥാപാത്രവും മുഖവും പ്രേക്ഷകർക്ക് പരിചിതമായി. സിനിമയിലെ പക്രു എന്ന പേര് എനിക്കൊപ്പം ചേർന്നു. പക്രു എന്ന വിളിപ്പേര് വീട്ടിലാർക്കും അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ഗിന്നസ് റെക്കോർഡ് വന്നതോടെ ആ വിളി ഗിന്നസ് പക്രു എന്നായി മാറി. പട്ടണത്തിൽ ഭൂതം സിനിമയുടെ ചിത്രീകരണ സമയത്താണ് ഗിന്നസ് റെക്കോർഡ് എത്തുന്നത്. ഗിന്നസ് എന്ന് വിളിച്ചു തുടങ്ങുന്നത് മമ്മൂക്കയാണ്. ഗിന്നസ് എവിടെ, ഗിന്നസിനോട് വരാൻ പറയൂ, ഗിന്നസ് പോയോ എന്നെല്ലാം മമ്മൂക്ക സെറ്റിൽ ചോദിക്കാൻ തുടങ്ങിയതോടെ പേരിനൊപ്പം ഗിന്നസ് ചേർന്ന് നിന്നു. എൻ്റെ പേര് ദോഷം മാറ്റിയത് മമ്മൂക്കയാണെന്ന് അമ്മ എന്നും പറയാറുണ്ട്. സിനിമയിൽ അറിയപ്പെട്ടു തുടങ്ങിയ എന്നെ പ്രേക്ഷകരുമായി കൂടുതൽ അടുപ്പിച്ചത് ദിലീപ് ചിത്രങ്ങളുടെ കഥാപാത്രങ്ങളാണ്. ജോക്കറും മീശമാധവനും കുഞ്ഞിക്കുഞ്ഞുമെല്ലാം അഭിമാനിക്കാൻ വക നൽകിയ സിനിമകളാണ്. സിനിമയ്ക്കൊപ്പം ഹാസ്യ പരിപാടികളുമായി ചാനൽ ഷോകളിൽ എത്തിയത് മറ്റൊരു ഘട്ടത്തിൻ്റെ തുടക്കമായി. അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാം 500 എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. അഭിനയ ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകിയ ചിത്രമാണ് അത്ഭുതദ്വീപ്. ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ. വിനയൻ സാർ സിനിമയുടെ തുടർച്ച പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉണ്ണി മുകുന്ദനാണ് സിനിമയിലെ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത്. കഥ പറയാനായി ഇപ്പോൾ ഒരുപാട് പേർ എത്താറുണ്ട്. ആരെയും നിരാശപ്പെടുത്താറില്ല. എങ്കിലും ആദ്യ കേൾവിയിൽ തന്നെ അറിയാം ഈ കഥ നമുക്ക് വേണ്ടി എഴുതിയതാണോ എന്ന്. ഞാൻ ചെയ്യേണ്ട വേഷമാണെന്ന് തോന്നിയാൽ മാത്രം സഹകരിക്കുന്നതാണ് രീതി. ആദ്യ കേൾവിയിൽ തന്നെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാകണം. ഞാൻ സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് കഥ ഇഷ്ടമായാൽ പ്രൊഡക്ഷൻ കാര്യങ്ങൾ എളുപ്പത്തിലാകുമെന്ന് കരുതി കഥയുമായി വരുന്നവരുണ്ട്. SV മഹേഷ് സംവിധാനം ചെയ്യുന്ന കുടുംബശ്രീയും കുഞ്ഞാടും, ആര്യൻ വിജയ് ഒരുക്കുന്ന 916 കുഞ്ഞൂട്ടൻ, കീരവാണി സാറിൻ്റെ സംഗീത അകമ്പടിയിലെത്തുന്ന ബേബി ജോണിൻ്റെ മജീഷ്യൻ, PA വിജയുടെ മേധാവി എന്നിവയെല്ലാമാണ് പുതുവർഷത്തിൽ പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങൾ. കുറവുകളിൽ ദുഃഖിച്ചിരിക്കാൻ സമയമില്ല. കാര്യങ്ങളെ പോസിറ്റീവായി നോക്കിക്കാണാനാണ് ശ്രമിക്കുന്നത്. തമാശയും കൗണ്ടർ ഡയലോഗുമെല്ലാം കുട്ടിക്കാലം മുതൽ തന്നെ ഒപ്പം കൂടിയതാണ്. വീട്ടിലാരുടെയെങ്കിലും മുഖം വാടിയാൽ വിഷമത്തിലാണെന്ന് കണ്ടാൽ അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഡയലോഗുമായി അടുത്തുകൂടുന്നതാണ് പതിവ്. മൂത്ത മകൾ ദീപ്തയുമായി അടുത്ത ചങ്ങാത്തത്തിലാണ്.
അമ്മയിൽ നിന്ന് എത്ര വഴക്ക് കേട്ടാലും അവൾക്കൊരു കൂസലുമില്ല. എന്നാൽ എൻ്റെ മുഖമൊന്ന് കറുത്താൽ, ശബ്ദമുയർത്തിയാൽ ആളാകെ സങ്കടത്തിലാകും. കളിക്കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമപ്രായക്കാരനായാണ് എന്നെ കണ്ടത്. ഇടയ്ക്കെൻ്റെ മുഖം ടി വിയിലൊക്കെ കാണുമ്പോൾ ഇതെന്തു കഥയെന്ന രീതിയിൽ എന്നെ നോക്കിയത് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നതെല്ലാം ഭാര്യ കേൾക്കുകയും മാനിക്കുകയും ചെയ്യുമ്പോൾ ചെറുതെങ്കിലും ഇയാളൊരു സംഭവമാണല്ലോ എന്ന ഭാവമായിരുന്നു അന്നെല്ലാം മകളുടെ മുഖത്ത്. വലിയ ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴാണ് അച്ഛൻ നടനാണെന്നും സിനിമയും കലാപരിപാടികളും ഒക്കെ ഉണ്ടെന്നും മനസ്സിലാക്കിയത്. അവളുടെ സ്കൂളിലെ പരിപാടിക്ക് അതിഥിയായി ഞാൻ ചെന്നിട്ടുണ്ട്. എന്നാൽ ആ ചടങ്ങിനെ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ മാത്രമേ പങ്കെടുപ്പിച്ചിരുന്നുള്ളൂ. മകളന്ന് 8ാം ക്ലാസ്സിലായിരുന്നു. കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് എന്നെ കാണാനും കേൾക്കാനും അവസരമുണ്ടാകില്ലെന്ന് അറിഞ്ഞതോടെ സങ്കടത്തിലായി. പിന്നീട് പ്രത്യേക ശുപാർശയിൽ മകളുടെ സുഹൃത്തുക്കൾക്കും ക്ലാസ്സിലുള്ളവർക്കും വേണ്ടി മാത്രമായി ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. സ്കൂൾ മരച്ചുവട്ടിൽ ഞങ്ങൾ ഒത്തുകൂടി ഫോട്ടോയെല്ലാം എടുത്താണ് അന്ന് മടങ്ങിയത്. ദ്വിജകീർത്തി എത്തിയതോടെ ദീത്തുവിനെ ഉത്തരവാദിത്തം കൂടി. ഇന്നവൾ വീട്ടിലെ വല്യേച്ചിയാണ്. ദീത്തു എടുക്കുമ്പോഴേക്കും ദ്വിജ കരച്ചിൽ നിർത്തും. സിനിമകളെല്ലാം കുടുംബത്തോടെ ആസ്വദിക്കും. എൻ്റെ അഭിനയത്തെക്കുറിച്ചും ചാനൽ പരിപാടിയിലെ സംസാരങ്ങളെക്കുറിച്ചും വീട്ടിൽ അഭിപ്രായമുണ്ടാകാറുണ്ട്. ഞാൻ അത്ഭുതദ്വീപ് പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നതാണ് മകൾക്കിഷ്ടം. എന്നാൽ ഇളയരാജയിലെ പോലുള്ള ഗൗരവമുള്ള വേഷങ്ങളിൽ കാണാനാണ് ഭാര്യയ്ക്കിഷ്ടം.